ഒരു 50 രൂപയുടെ നോട്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ചെറിയ കുട്ടി ഒരിക്കലൊരു തെരുവിൽ ദൈവത്തെ വാങ്ങാനിറങ്ങി. ഒരു കടയിൽ കയറി അദ്ദേഹം ചോദിച്ചു, ഇവിടെ ദൈവത്തെ വിൽക്കാനുണ്ടോ എന്ന്. കടക്കാരൻ വിചാരിച്ചു കളിയാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ആട്ടി ഓടിച്ചു. ആ കുട്ടി അടുത്ത കടയിലും കയറി അതേ ചോദ്യം ചോദിച്ചു, ദൈവത്തെ വിൽക്കാനുണ്ടോ. നേരെ ഒരുപാട് മുന്നോട്ട് പോയി. ഉച്ച കഴിഞ്ഞു. വൈകുന്നേരമായപ്പം 70-ാമത്തെയോ 80-ാമത്തെയോ കടയിൽ കയറി ആ കുട്ടി അതേ ചോദ്യം ആവർത്തിച്ചു, ഇവിടെ ദൈവത്തെ വിൽക്കാനുണ്ടോ. അത്ഭുതം തോന്നിയ കടക്കാരനായ ആ പ്രായമായ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, നിനക്കെന്തിനാണ് ദൈവത്തെ എന്ന്. അപ്പോഴാണ് കുട്ടി തിരിച്ച് കഥ പറയുന്നത്, എൻ്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി, അമ്മയും മരിച്ചു, എന്നെ നോക്കുന്നത് മുഴുവനും എൻ്റെ അങ്കിളാണ്. ആ അങ്കിൾ ഇന്നലെ ഒരു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലാണ്. ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞു, ഇനി നിങ്ങളുടെ അങ്കിളിനെ രക്ഷപ്പെടുത്താൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്ന്. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ക്യാഷുമായി ഞാൻ ദൈവത്തെ വാങ്ങാനിറങ്ങിയിരിക്കുകയാണ് എന്ന്. ആ കഥ കേട്ട പ്രായമായ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, നിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? ആ കുട്ടി പറഞ്ഞു, 50 രൂപ. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, 50 രൂപക്ക് നമുക്ക് ദൈവത്തെ വാങ്ങാൻ കഴിയും. തൻ്റെ കടയിലുള്ള ഒരു തേൻ ബോട്ടിലെടുത്ത് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് ദൈവം, ഇതുമായി പോയി നിൻ്റെ അങ്കിളിനെ സുഖപ്പെടുത്തൂ എന്ന് പറഞ്ഞു. കുട്ടി ഭയങ്കര ആവേശഭരിതനായി ഭയങ്കര ആഹ്ലാദത്തോടു കൂടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചോടി. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ ദൈവത്തെ വാങ്ങിയിരിക്കുന്നു, എൻ്റെ അങ്കിളിനെ രക്ഷപ്പെടുമെന്ന്. പക്ഷേ കഥയുടെ അവസാനത്തിൽ പിറ്റേ ദിവസം ആ ഹോസ്പിറ്റലിലേക്ക് ഒരു വലിയ മെഡിക്കൽ സംഘം വരികയും അങ്കിളിൻ്റെ ചികിത്സ ആ മെഡിക്കൽ സംഘം ഏറ്റെടുക്കുകയും ലക്ഷക്കണക്കിന് രൂപ വരുന്ന ശസ്ത്രക്രിയ ഫ്രീ ആയി നടക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. കുട്ടി അന്വേഷിച്ചു പോയ ആ കടക്കാരൻ അന്നാട്ടിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു എന്നുള്ളതാണ് ആ കഥയുടെ മറ്റൊരു വശം. പക്ഷെ പിന്നീട് അസുഖം മാറി ആ അങ്കിള് തിരിച്ച് സംഭവിച്ച കഥകളൊക്കെ അറിഞ്ഞ് ഈ കടക്കാരൻ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ആ കടക്കാരൻ തിരിച്ചു പറയുന്ന ഒരു മറുപടിയുണ്ട്, നിങ്ങളെ രക്ഷപ്പെടുത്തിയത് ഞാനല്ല, വെറും 50 രൂപയും എടുത്ത് ദൈവത്തെ വാങ്ങാനിറങ്ങിയ നിങ്ങളുടെ കൊച്ചുമകനാണ് എന്നുള്ളത്. ഈ കഥ ഞാനിവിടെ പറയാനുണ്ടായ കാരണം ഈ ഒരു പുതുവർഷത്തിൽ 50 രൂപയുമായിട്ട് ദൈവത്തെ വാങ്ങാനിറങ്ങിയ ആ ഒരു കുഞ്ഞുകുട്ടിയുടെ മനസ്സിൻ്റെ ശുദ്ധി നമുക്കുണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആ 50 രൂപയുമായിട്ട് ദൈവത്തെ വാങ്ങാനിറങ്ങിയ ആ കുട്ടിയുടെ സ്നേഹം, സഹിഷ്ണുത, അനുകമ്പ, അങ്ങനെ എന്തൊക്കെയാണ് ആ ഒരു സ്നേഹത്തെ പേരിട്ട് വിളിക്കാൻ കഴിയുക, അതൊക്കെ നമുക്ക് ഈ ഒരു പുതുവർഷത്തിൽ ആർജിക്കാൻ കഴിയട്ടെ എന്നുള്ളൊരു ആശംസ പകരാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം പ്രായമായ ആ നാട്ടിൽ ഏറ്റവും വലിയ ധനികനായ മനുഷ്യൻ നീട്ടിയ സഹായഹസ്തം നീട്ടാൻ നമുക്കൊക്കെ ഈ ഒരു പുതുവർഷത്തിൽ സാധിക്കട്ടെ എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഇടയിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചൈനീസ് വാഹന നിർമ്മാതാക്കളായിട്ടുള്ള ജെറ്റൂർ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി ഈയിടെയായിട്ട് ഒരുപാട് ചർച്ചയ്ക്ക് പാത്രയഭൂതമായിട്ടുള്ള അവരുടെ ഏറ്റവും പുതിയ T2 എന്ന് പറയുന്ന മോഡലിനെ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും തൃശ്ശൂരിലാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ജെറ്റൂർ T2 എന്ന് പറയുന്ന ഈ മോഡലിനെ കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജെറ്റൂർ T2നെ കുറിച്ച് പറയുന്ന സമയത്ത് ഇത് ട്രാവലർ എന്ന് പറയുന്ന പേരിലാണ് ചൈനീസ് മാർക്കറ്റിൽ അറിയപ്പെടുന്നത്. അതായത് ജെറ്റൂർ ട്രാവലർ എന്ന്, അത് വിദേശ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്താണ് T2 എന്ന് പറയുന്ന പേരിലേക്ക് വരുന്നത്. 2023 ചൈനീസ് വാഹന വിപണിയിൽ ജെറ്റൂർ ഈ ഒരു മോഡൽ അവതരിപ്പിച്ചു തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് UAE സ്പെസിഫിക് വണ്ടിയാണ്. അത് ഞാനിതിൻ്റെ ഓർഡറുമായിട്ട് സംസാരിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ഒരു പുതിയ ഇൻഫർമേഷൻ ആണ്. 2 സ്പെക്ക് ഉണ്ട്, ചൈനീസ് സ്പെക്കും അതുപോലെ തന്നെ UAE സ്പെക്കും. അത് പുറത്തെ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിലൊരു ചെറിയ പ്രൈസ് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓർഡറോട് സംസാരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ തോന്നണം. ഇതിൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയുന്ന സമയത്ത് പല ആളുകളും ഇതിനെ ഡിഫൻഡറിനോട് കണക്ട് ചെയ്തെങ്കിലും പോഷയുടെ ഫോർമർ ഡിസൈനറായിരുന്ന ഹക്കാൻ സരഗോഗ്ലു, അങ്ങനെയാണ് അത് പ്രൊണൗൺസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു ജെറ്റൂർ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഇതൊരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി ഉള്ള വാഹനമാണ്. ഒരുപാട് ഡെസേർട്ടിലൊക്കെ നമ്മൾ ഇതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. കാണുന്ന സമയത്ത് പല ആളുകളും ഡിഫൻഡറാണ് അല്ലെങ്കിൽ ഡിഫൻഡറിൻ്റെ കോപ്പിയാണ് എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നു. അവരെയൊന്നും നമ്മൾ മോശപ്പെടുത്തുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് എപ്പോഴും എല്ലാ വാഹനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഈ വാഹനത്തിനും ആ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനകത്ത് ധാരാളം ഫീച്ചറുകളുണ്ട്. അത് വലിയൊരു ഹൈലൈറ്റാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിഗണിക്കാം. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ജെറ്റൂർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്, ഇതൊരു സ്റ്റിക്കർ വർക്കാണ്. അത് സാധാരണഗതിയിൽ ഈ ഒരു വാഹനത്തിനകത്ത് ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഒരു ലെറ്ററിങ് എപ്പോഴും ഈ ഒരു വാഹനത്തിനകത്ത് വരാറുണ്ട്. ഇത് ഇല്ലുമിനേറ്റഡ് ആണ്. 1, 2, 3, 4, 5, 6 ഇതളുകളായിട്ടുള്ള ഒരു ഗ്രില്ല്. അതിനകത്ത് 360 ഡിഗ്രി ക്യാമറ വ്യൂ കാണാം. അതുപോലെ തന്നെ ഒരു ഹണികോം ഗ്രിൽ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ഗ്രിൽ ഏരിയയും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. വീണ്ടും താഴേക്ക് വരാം. താഴേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ ശരിക്കും അഡാസ് കൺട്രോളിൻ്റെ ഭാഗമാണ്. അതായത് സെൻസേഴ്സും കാര്യങ്ങളും. ഇനി ഇത് ശരിക്കും നമുക്ക് കാണുന്ന സമയത്ത് ഒരു ഹുക്കായിട്ട് തോന്നും. പക്ഷേ ആക്ച്വലി ഇതൊരു പ്ലാസ്റ്റിക് ഹുക്കാണ്. ഫങ്ഷനിങ് ആണ് എന്ന് പറയാൻ പറ്റില്ല. വേറൊരു കാര്യം കൂടി പറയാം, അത് സാധാരണഗതിയിൽ യെല്ലോ കളറാണ് ഉണ്ടാവാറുള്ളത്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഓണർ അത് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അതെനിക്കൊരു ബ്രില്യൻ്റ് മൂവായിട്ട് തോന്നി. കാരണം ആ ഒരു മഞ്ഞ കളർ ചെറിയൊരു അസ്വസ്ഥത ശരിക്കും ക്രിയേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. 4 പാർക്കിംഗ് സെൻസറുകൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അഡാസ്. കൂടാതെ തന്നെ ഫോഗ് ലാമ്പ് കാണാം.
LED ആണ്. ഇത് കൂടെ വന്നു കഴിഞ്ഞാൽ LED ഹെഡ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് 2 ചേമ്പറുകളായിട്ട്. പക്ഷേ ഇതിൻ്റെ DRL യൂണിറ്റും അതുപോലെ തന്നെ ആ ഒരു ഇൻഡിക്കേറ്റർ പാറ്റേണും 4 ഡോട്ടുകളായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ പോഷെ ഇൻസ്പിരേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പോഷെ ഹെഡ് ലാമ്പിനകത്ത് നമുക്ക് ആ ഒരു 4 ഡോട്ടുകൾ കാണാൻ പറ്റുമായിരുന്നു. ഇനി വേറൊരു കാര്യം, ഇതാണ് ഇതിൻ്റെ കീ വരുന്നത് കേട്ടോ. നോക്കൂ, ഇത് ഓട്ടോ സ്റ്റാർട്ടാണ്. വണ്ടി ലോക്കായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കിത് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ലോക്ക് അൺലോക്ക്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ, അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് JT എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം. ഈ ബാഡ്ജിങ് നമുക്ക് സീറ്റിൽ കാണാം, അങ്ങനെ പല സ്ഥലങ്ങളിലും കാണാം. അത് ഉദ്ദേശിക്കുന്നത് ജെറ്റൂർ T2 എന്നുള്ളതിൻ്റെ ഹൈലൈറ്റ് അല്ലെങ്കിൽ ജെറ്റൂർ എന്നുള്ള ഹൈലൈറ്റ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതേ ഒരു ഡിസൈൻ എലമെൻ്റാണ് ഈ ഒരു DRL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ, അങ്ങനെ പറയാം. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പമ്പർ കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് ആണ്. സേഫ്റ്റി ടേംസിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തതായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ എലമെൻറ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു പിടുത്തമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 15 kg വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹാൻഡിൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ടെത്തിയ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിമേ കയറി നിന്നിട്ട്, അതായത് ഇവിടെ നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പും ഇതിമേ പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ക്ലീൻ ചെയ്യാം. അതായത് ഗ്ലാസ് ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ആ തരത്തിൽ ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. വാഷർ ഫ്ലൂയിഡിൻ്റെ ഒരു യൂണിറ്റ് കാണാം. ഗ്ലാസ്സിലേക്ക് വെള്ളം ഇതാക്കാനുള്ള വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ട്രഡീഷണൽ രീതിയിൽ തന്നെ നമുക്ക് പൊക്കി വെച്ചിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്ക് ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. 2 ക്യാമറകൾ അഡാസ് ഫങ്ഷൻസിൻ്റെ കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ്. ഇനി ഈ ലാമ്പ് സിസ്റ്റം, ഇത് ആക്സറീസിൻ്റെ ഭാഗമാണ്, എക്സ്ട്രാ ചെയ്തേക്കിനാണ്, ഇതിന് കൂടെ വരുന്നതല്ല. ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് എന്ന് പറയാനുള്ളത്. സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് 4785 മില്ലിമീറ്റർ ലെങ്ത് ഉള്ള ഒരു വാഹനമാണ്. അതായത് 4.7 മീറ്റർ, 20 ഇഞ്ച് വീലുകളാണ് വരുന്നത്. ഈ വീലിൻ്റെ ഡിസൈൻ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിഫൻഡറിൻ്റെ വീലാണ്. ഇത് ഡിഫൻഡറിലെ ജെറ്റർ തന്നെയാണ്, പക്ഷേ ആ ഒരു പാറ്റേൺ ആണ് ഇതും. ഇതിൻ്റെ ഓണർ ചേഞ്ച് ചെയ്തേക്കാണ്. ഇതിനകത്തൊരു യെല്ലോ ഷെയ്ഡ് വരുമായിരുന്നു സ്റ്റോക്ക് കണ്ടീഷനകത്ത്. അതേ യെല്ലോ ഷെയ്ഡ് ഈ റൂഫ് റെയിലിൻ്റെ ഭാഗത്തും നമുക്ക് വരുമായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഇതിൻ്റെ ഓണർ ബ്രില്യൻസ് ആണ്. ഓണർ അത് കളർ ചേഞ്ച് ചെയ്ത് നല്ലൊരു സെറ്റിലായിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഡിസൈൻ എലമെൻറ്റ് കാണാം, നൈസ്. സൈഡ് വ്യൂ മിറർ, അതിനകത്ത് ക്യാമറ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. പാഡിൽ ലാംപ്സും വരാറുണ്ട്, മീൻസ് വെൽക്കമിങ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം. ഇത് ഡോർ ഹാൻഡിൽ ബോഡി കളേർഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. 4 കളറിൽ എക്സ്റ്റീരിയർ കളർ അവൈലബിൾ ആണ്, 2 ഇൻറ്റീരിയർ കളറിലും അവൈലബിൾ ആണ്. ഇതിനകത്തൊരു ക്യാമൽ കളർ പോലൊരു കളർ വരുന്നുണ്ട്, അതിന് എക്സ്ക്ലൂസീവ്ലി ഒരു ബീജ് ഇൻറ്റീരിയറും വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേക്കാണ്. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരാം. 220 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. 700 മില്ലിമീറ്റർ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റിയും ഈ വാഹനത്തിനകത്തുണ്ട്. 700 മില്ലിമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം ഈ ഒരു അല്ലേ ഡോർ ഹാൻഡിൽ വരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൽ മുക്കി കൊണ്ടുപോകാം, ഒരു കുഴപ്പമില്ലാതാണ് അവർ പറയുന്നത്. ക്യാരക്ടർ ലൈനൊക്കെ നോക്കിയാൽ നൈസ്. ആ ഒരു പോഷ് ഡിസൈൻ ടച്ചൊക്കെ വേണമെങ്കിൽ ഇവിടേക്ക് വായിച്ചെടുക്കാം. ഇനി ഫെൻഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബൾക്കി ആയിട്ടുള്ള ഫെൻഡറാണ്. അതിനകത്തൊരു ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ സൈഡിൽ നിന്നൊരു ലൈറ്റനിങ് സിസ്റ്റം ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കണായിരിക്കും. സ്റ്റെപ്പ് ഇതിൽ കയറി വന്നു കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത തരത്തിൽ അത്യാവശ്യം വെയിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റെപ്പും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഇനി വേറെ കാര്യം, കീയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി വേറൊരു കാര്യം, ഇപ്പോൾ ഈ വണ്ടി ലോക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അൺലോക്ക് ബട്ടൺ ഇല്ലേ, ഈ അൺലോക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ എല്ലാ വിൻഡോസും താവും, സൺറൂഫ് ഓപ്പൺ ആവില്ല. അതേപോലെ തന്നെ ഇത് ലോക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ എല്ലാ വിൻഡോസും അപ്പ് ആവുകയും ചെയ്യും, മിററിന് ഫോൾഡ് ആവുകയും ചെയ്യും. അതായത് BMW വാഹനങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഹൈലൈറ്റാണ്, അതും ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സ്റ്റെയർ നമ്മൾ നേരത്തെ ഡിഫൻഡറിൽ കണ്ടിട്ടുള്ളതാണ്. ഇത് ആക്സസറീസിൻ്റെ ഭാഗമായിട്ട് ചെയ്തേക്കിനാണ്. റൂഫ് റെയിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഫങ്ഷനിങ് അല്ല, ബട്ട് സ്റ്റിൽ അത്യാവശ്യം സോളിഡായിട്ട് തോന്നുന്നുണ്ട്. ഇനി വേറൊരു കാര്യം, ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ചില വാഹനങ്ങൾ കാണുന്ന സമയത്തെ ഈ വണ്ടിയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എപ്പോഴും ടിൻഡ് ചെയ്ത പോലെ തോന്നാറുണ്ട് ഗ്ലാസ്. ഇപ്പോൾ ഇതിനകത്ത് എല്ലാം ടിൻറ്റഡ് ആണ്. എനിക്കതൊരു സ്റ്റോക്ക് കണ്ടീഷനകത്ത് ഇത് ഓപ്പണും ഇതിങ്ങോട്ട് ടിൻറ്റഡും ആയിട്ടാണ് സാധാരണ ഉണ്ടാവാറ് എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫ്യൂവലിൻ്റെ ഭാഗം 70 ലിറ്റർ ആണ് ഇതിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി. ചൈനീസ് മാർക്കറ്റിൽ T2, അതായത് ജെറ്റൂർ ഷാങ്ഹായ് T2 അങ്ങനെ എന്തോ പേരിൽ ഇതിൻ്റെ ഹൈബ്രിഡ് വേർഷൻ, പ്ലഗ് ഇൻ ഹൈബ്രിഡ് വേർഷൻ ലോഞ്ച് ചെയ്യാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് ചൈനയിലുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി പറയാൻ പറ്റുള്ളൂ. അത് ഡ്രോപ്പ് ചെയ്തെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു, ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞ് കേൾക്കണു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് വേർഷനെ കൂടി ഇറക്കാനുള്ള പ്ലാൻ T2-നുണ്ട്, അതായത് ജെറ്റൂറിനുണ്ട്. റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു സ്പെയർ കേസാണ് എന്ന് പറയാം. സ്പെയർ വീലിൻ്റെ കേസ് ശരിക്കും ഇതൊരു സ്ക്വയറിഷ് ടൈപ്പിലാണ് കൊടുത്തേക്കണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ടയർ അങ്ങനെ ഒരിക്കലും വരില്ലല്ലോ, ടയറിന് ബോക്സി ആവില്ലല്ലോ. ഇതിനകത്ത് ഇതിൻ്റെ ടയർ തന്നെ ഘടിപ്പിച്ചിട്ട് അതിൻ്റെ പുറത്ത് എനിക്ക് തോന്നുന്നു ഒരു ബോക്സി സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പം ചില ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ അങ്ങനെ പാറ്റേൺ ചെയ്തെടുക്കാറില്ല, അതേപോലെ
ഇവിടെ നമുക്ക് ക്യാമറ യൂണിറ്റ് കാണാം, റിവേഴ്സ് ക്യാമറ യൂണിറ്റ് കാണാം. ഇതൊരു ബ്ലാക്കും അതുപോലെ തന്നെ ബോഡി കളറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ടെയിൽ ലാമ്പ് യൂണിറ്റ്. LED ആണ്, ശരിക്കും ഒരു മോസ്റ്റ് മോഡേൺ സ്റ്റൈലിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്ന 4 നമ്മളുടെ സ്റ്റോപ്പ് ലാമ്പും അതുപോലെ തന്നെ ഇതിൽ സൈഡിലത്തെ ഒന്ന് ഇൻഡിക്കേറ്ററുമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആയിട്ടാണ് ക്രമീകരിച്ചുള്ളത്. ഷാജി ഫ്യൂച്ചർ ലെക്ക്, ഇതിൻ്റെ ഓണറുടെ ഇൻസ്റ്റാഗ്രാം ID ആണ്, ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിവിടെ ജെറ്റൂർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്, അത് വളരെ ചെറുതാക്കി കൊടുത്തിരിക്കണം, കാരണം മുന്നിൽ വളരെ വലുതാക്കി കൊടുത്തുകൊണ്ടായിരിക്കും. ഒരു കാര്യം കൂടി കാണിക്കാം, ഇതിലേക്ക് വരാം. അതിന് മുമ്പ് ഇത് നമ്മുടെ ഫോഗ് ലാമ്പ്, റിയർ ഫോഗ് ലാമ്പ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ 4 പാർക്കിംഗ് സെൻസറുകൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ആ ഫോഗ് ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ T2 എക്സ് വീൽ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്. അതുപോലെ തന്നെ ഇത് ശരിക്കും ആ ഒരു വിജാഗിരിൻ്റെ ഭാഗം പോലെ ഒരു ഡിസൈൻ പാറ്റേണും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതാക്കിയിട്ടുണ്ട്. ഈ സ്പോയിലർ അക്സറീസിൻ്റെ ഭാഗമാണ്, ശരിക്കും ഈ സ്പോയിലർ ഇതിനകത്തില്ല. ഇനി ഡോറിലേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എടാ ഡോർ അൺലോക്ക് ആയിട്ട് ഒന്നും ഇങ്ങോട്ട് പുഷ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് തുറക്കാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ്, അത്ര വെയിറ്റ് ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. ബൂട്ട് സ്പേസിനെ കുറിച്ചും കൂടി പറയാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. എന്തായാലും ഒരു 500 ലിറ്ററോളം ബൂട്ട് കപ്പാസിറ്റി ഇതിനകത്ത് വരും. ഇതിനകത്ത് ധാരാളം കാര്യങ്ങളുണ്ട്, ഞാൻ കാണിക്കാം. ഒന്ന്, നമുക്കിവിടെ വേണമെങ്കിൽ മറ്റേ കയറൊക്കെ കെട്ടിയിട്ട്, അതായത് ബെൽറ്റൊക്കെ കെട്ടിയിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടോ, അത് ഈ ഭാഗത്തും ധാരാളമുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു പവർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, നൈസ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഉണ്ടോ സ്റ്റോറേജ് സ്പേസ്, അതുപോലെ തന്നെ ആക്സറീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മുടെ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊരു വലിയ സ്റ്റോറേജ് സ്പേസ് തന്നെയാണ്, നൈസ്. പിന്നെ ഇതാ ഒരു ബെൽറ്റിൻ്റെ കാര്യം കാണാം. ഇത് നമുക്ക് ഫയർ എക്സ്റ്റിങ്ക്വിഷർ വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ. ഇനി ഇവിടെയും നമുക്കൊരു നെറ്റ് കൊടുത്തിട്ടുണ്ട്, ഉരുണ്ട് പോകുന്ന സാധനങ്ങളൊക്കെ ഇവിടെയും വെക്കാം, ഇതാ ഇവിടെയും വെക്കാം. ഓക്കെ, എന്താ 12 വോൾട്ടിൻ്റെ ചാർജിങ് ഔട്ട്ലെറ്റ്. ഇനി ഈ സാധനം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിൽ ഇത് ഇതേപോലെ അപ്പുറത്തും 2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഡോറിലേക്ക് വരാം. ഡോറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സത്യത്തിൽ പറയാനുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്യാമ്പിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടികളാണ്, നമുക്കൊക്കെ അറിയാലോ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ക്യാമ്പിന് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാക്ക് തുറന്നു വെച്ച് പവറിൽ ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ കണക്ട് ചെയ്ത്, മിക്സി കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സ്പൂണുകൾ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നമുക്കൊരു ട്രേ ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ജി വാഗൺ പറയുന്ന സമയത്തും പല വണ്ടികൾ പറയുന്ന സമയത്തും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗം നമുക്കിവിടെ കാണാം. ഇതിനകത്ത് നമ്മുടെ ഹസാർഡ് ലാമ്പും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. യെസ്. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റിയുടെ ഭാഗമാണ്. ഈ വാഹനത്തിന് ബൂട്ട് സ്പേസിൽ ആരെങ്കിലും ലോക്കായി കഴിഞ്ഞാൽ അവർക്ക് തുറന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു വള്ളി ഉണ്ടാവും, അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഈ ഡോർ ഓപ്പൺ ആവും. അതിൻ്റെ ഒരു സേഫ്റ്റി സാധനം കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കപ്പ് ഹോൾഡറാണ്. 3 കിലോഗ്രാം വരെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ ഇതിനകത്ത് വെക്കാൻ പറ്റും. ചെറിയത് മാത്രമല്ല വലുതും വെക്കാൻ പറ്റും. അങ്ങനെ 2 കപ്പ് ഹോൾഡറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 3 kg ഹുക്ക് ഇവിടെ കാണാം. നമ്മൾ കവറിലൊക്കെ വാങ്ങിയ മീറ്റോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്കിത് കൊളുത്തി വെക്കാൻ പറ്റും. ഇനി ഇതിനേക്കാളും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്തൊക്കെ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഡോറ് വേണമെങ്കിൽ പതുക്കെ ഇങ്ങനെ വന്ന് ക്ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഇറക്കത്തിലാണ് നിർത്തുന്നതെന്നുണ്ടെങ്കിലൊക്കെ വേണമെങ്കിൽ ഇത് വന്ന് ക്ലോസ് ചെയ്യാം. ആ ഒരു പരിപാടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജെറ്റൂർ ചെയ്തേക്കുന്ന ഒരു ബ്രില്യൻസ് ആണ് ഇവിടെയാണ് ഒരു സാധനം. ഇത് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ലോക്കായി. ഇനി ഈ ഡോറ് നമുക്ക് അടക്കാൻ കഴിയില്ല, അടക്കാൻ കഴിയില്ല. അതിന് അൺലോക്ക് ചെയ്താൽ മാത്രമേ ജസ്റ്റ് ഇങ്ങനെ തിരിക്കണ്ട. അടിപൊളിയായിട്ടുള്ളൊരു ബ്രില്യൻറ്റ് സംഭവം. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഇതാണ് ജെറ്റൂർ T2ൻ്റെ റിയർ പ്രൊഫൈൽ. നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാണാൻ പോവുകയാണെങ്കിൽ അതിന് മുമ്പ് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഒരു ന്യൂ ഇയർ ഒക്കെ അല്ലേ, ന്യൂ ഇയർ ആവുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിനകത്ത് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻവോൾവ് കൊണ്ടൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഇതുവരെ ഉപയോഗിക്കുന്ന ആൾക്കാർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആട്ടോ. നല്ല സ്മെല്ലാണ്, കപ്പ് ഹോൾഡറിനകത്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരുപാട് ഫ്രാഗ്രൻസ് വരെ കയ്യിലുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഞ്ച് വുഡാണ്. താഴെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മസ്ക്, ഫ്രഞ്ച് വുഡ്, സിട്രസ്, സിട്രോൺ, അങ്ങനെ ഒരു വ്യത്യസ്തമാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-20ഓളം ഫ്രാഗ്രൻസ് ഇവരത് അവൈലബിൾ ആണ്. ഞാനിവിടെ പ്രൊഡക്റ്റിനകത്തും ടാഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലിങ്കും കാര്യങ്ങളും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനകത്ത് കിട്ടും. UAE ആൾക്കാർക്ക് ആമസോണിലും ഇത് അവൈലബിൾ ആണ്. നാട്ടിലും ആമസോണിൽ ബെസ്റ്റ് സെല്ലിംഗ് പ്രൊഡക്റ്റ് ആയിരുന്നു ഇവരെ മസ്ക് എന്നുള്ളതാണ്. ഏകദേശം ഒരു 400 രൂപയോളാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഒന്ന് വാങ്ങിയാൽ ഒരു 2-3 മാസ കാലയളവ് സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഡോറൊക്കെ അത്യാവശ്യം നല്ല ടഫ് സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ടഫ് സൗണ്ടും കാര്യങ്ങളുണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പോലെ തന്നെയുണ്ട്. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഇത് ശരിക്കും ഒരു
ഗ്രീൻ കളർ. ഞാൻ കണ്ണട ഊരി നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണട വേണ്ടി ടിൻഡാവും. അപ്പോൾ ചില സമയത്ത് ഞാൻ കളർ പറഞ്ഞിട്ട് മാറിപ്പോയതൊക്കെ ഉണ്ട്. ഇത് ഒരു ഗ്രീൻ ടച്ച് അല്ലേ, ഒരു ഗ്രീൻ ടച്ച് ഇൻറ്റീരിയറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇത് ലെതറാണ്, ഇത് ലെതറാണ്, ഇതും ലെതറാണ്. ഇതിനകത്തൂടെ ഒരു ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇതൊക്കെ വാ, ഇത് ശരിക്കും ഒരു മാഗ്നറ്റ്. ഇത് എന്തിനു കൊടുത്തേക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷേ രസമുണ്ട് ഒരു മാഗ്നറ്റ്. ഞാനതൊരു ഇതാണെന്ന് വിചാരിച്ച് പിടിച്ച് വലിക്കാൻ നോക്കിയതാണ്. ഇവിടെ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ സ്റ്റോറേജ് സ്പേസ് പോലെ. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ ഇവിടെയാണ് ക്രമീകരിച്ചുള്ളത്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കാണാം. സോണിയുടെ മ്യൂസിക് സിസ്റ്റമാണ്, 12 സ്പീക്കർ സോണി മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് വർക്ക് ചെയ്ത്. അതിൻ്റെ ട്യൂട്ടറും കാര്യങ്ങളും ഇവിടെ കൂടി കൊടുത്തിട്ടുണ്ട്. ഇതും ഡോർ ഹാൻഡിൽ മൊത്തത്തിൽ ലോക്ക് അൺലോക്ക് ഈ ഒരു ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിന് പകരം ഇതൊരു സിൽവർ ടച്ചിലെ ഒരു ആഷ് കളറാണ്. സിൽവർ ടച്ച് എന്ന് പറയാൻ പറ്റില്ല, അതാണ് ബ്രഷ്ഡ് അലുമിനിയം എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. എല്ലാ വിൻഡോസും 1 ടച്ച് അപ്പ് ആൻഡ് 1 ടച്ച് ഡൗൺ ആണ്. അതിവിടെ നമുക്ക് കാണാൻ പറ്റും. സീറ്റിനെ കുറിച്ച് കൂടി പറയാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ്. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും നമുക്കവിടെ കാണാം. ലെതറാണ്, വെൻറ്റിലേറ്റഡ് ആണ്, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. നല്ല കുഷ്യനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയാൽ കണ്ടോ, തൈ സപ്പോർട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. JT എന്ന് പറയുന്ന ബാഡ്ജിങ്, ജെറ്റൂറിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. അതൊരു ഓറഞ്ച് കളറിലാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ദാറ്റ് ഈസ് നൈസ്. ഇവിടെ നമുക്ക് ജെറ്റൂർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ ഡാഷ്ബോർഡ് ഒന്ന് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ ആദ്യം മുടക്കിയത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ അത്ര സൈസുള്ള ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. 15.6 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. മാസീവ് എന്ന് പറയാം. പക്ഷേ സ്റ്റിൽ ഇതിനകത്ത് കാണുന്ന സമയത്ത് അത്ര വലിയ വലുപ്പമായിട്ട് തോന്നി, ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ കൂടെ ചേർത്ത് പറയാം. അതിലേക്ക് വരാം. സ്റ്റിയറിംഗ് വീലും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കീൻ്റെ പോലെ ഇല്ലേ, നോക്കൂ, ഈ കീ വെച്ച പോലെ തന്നെ അല്ലേ, ഈ അരികൊക്കെ ഇതേപോലെ ആ ഒരു സ്റ്റൈലിലാണ് കീ കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി സ്പോർട്ടി അപ്പീൽ കിട്ടാൻ ഇത് സഹായിക്കും. പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡാസ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. വോളിയം അപ്പ് ആൻഡ് ഡൗൺ. ഇതാണ് മ്യൂസിക് സിസ്റ്റം വരുന്നത്. പല ആൾക്കാരും പറഞ്ഞു നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് യൂട്യൂബിൽ കിട്ടുമല്ലോ, അത് പ്ലേ ചെയ്തുകൂടെ എന്നത്. ഞാൻ ആദ്യം അത് പ്ലേ ചെയ്തിരുന്നു, നമ്മൾ ആദ്യത്തെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം. പക്ഷേ പിന്നീട് അന്നൊന്നും അതിന് കോപ്പിറൈറ്റ് വരില്ല. കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആ മ്യൂസിക്സ് യൂസ് ചെയ്യാത്തത്. ഇനി നമുക്ക് വേണ്ടിയിട്ടൊരു മ്യൂസിക്കൊക്കെ കമ്പോസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആരെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും എന്നുള്ളതാണ്. ഇനി ഈ ഒരു ഭാഗത്ത് ഇത് ലെതറാണ്. ഇതിനകത്തൊരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കാണാം, ഓറഞ്ച് കളർ. എനിക്ക് തോന്നുന്നത് റെഡ് കളർ സ്റ്റിച്ചിങ്ങിലും അവൈലബിൾ ആണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോലെ ആയിരിക്കും. ഇത് നല്ല അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യം, ഡ്രൈവ് യുവർ ഫ്യൂച്ചർ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ബാക്കിയാണ്. അത് നമുക്കവിടെ കാണാൻ പറ്റും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഒരു 10.25 ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതിനകത്ത് ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം, എത്ര കിലോമീറ്റർ ഓടി, അതുപോലെ തന്നെ വെഹിക്കിളിൻ്റെ പൊസിഷൻ, ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ദ ഡോർ എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആനിമേഷൻസും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് കൊടുത്തേക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചത്. ഡോർ ക്ലോസ് ആയില്ല, അപ്പോൾ ക്ലോസ് ആയി. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്, ഫ്യൂവൽ എത്ര കിലോമീറ്റർ ഓടിക്കാനുള്ള അങ്ങനത്തെ ആക്ടിവിറ്റികളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. സ്റ്റിയറിംഗ് വീലിലേക്ക് ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പിയാനോ ബ്ലാക്ക് പോലെ, ഇതൊരു പിയാനോ ബ്ലാക്ക് അല്ല, ഒരു പിയാനോ ക്രോം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. അത് AC വെൻറ്റിൻ്റെ ചുറ്റിലും അത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മാസീവായിട്ടുള്ള AC വെൻറ്റുകളാണ് കൊടുത്തേക്കുന്നത്. ദാറ്റ് ഈസ് നൈസ്. പിന്നെ അവിടെ ട്രാവൽ പ്ലസ് എന്ന് പറയുന്നൊരു ബാഡ്ജിങ് കാണാം. ആ ഒരു ഗ്രീൻ ലെതർ എലമെൻറ്റുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഫോണും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് റബ്ബറാണ്, അതുകൊണ്ട് വല്ലാണ്ട് ഇളകി കളിക്കില്ല എന്നുള്ളതാണ്. ഇനി ഇവിടേക്ക് നോക്കൂ, ഒരു വേൾഡ് മാപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ECG എടുത്ത പോലെ അല്ലെങ്കിൽ അങ്ങനെ എന്തിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതിനകത്ത് ആംബിയൻ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ആംബിയൻ ലൈറ്റിങ്ങും പല കളറിലാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ എവിടേക്കോ കണ്ട് ശീലിച്ച പോലത്തെ ഒരു ഡാഷ്ബോർഡ് മെറ്റീരിയലാണ്. ഇനി ഇതിലേക്ക് വരാൻ സമയത്ത് ഇത് ഭയങ്കര കളർഫുള്ളാണ്. ഓക്കെ, ആണ്ടാ നോർമൽ വ്യൂ, ഓഫ് റോഡ് ഡയൽ, ഓഫ് റോഡ് പൊസിഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, വെഹിക്കിൾ സെറ്റിങ്സ്, AC-ൻ്റെ കൺട്രോളും കാര്യങ്ങളും ഇതിലാണെന്നുള്ള ഒരു കാര്യമുണ്ട്. ബട്ട് ഞാൻ അതിൻ്റെ വലിയ ഫാനല്ല, പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ഇവിടെ സ്വിച്ചായിട്ട് കൊടുക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഭംഗിയെന്നും പറയാറുണ്ട്. കാരണം ഡ്രൈവിനിടയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ അങ്ങനെ എപ്പോഴും പറയാറുള്ളത്. വേഡിങ് റഡാർ, വാട്ടർ വേഡിങ് റഡാർ ഓൺ ചെയ്യാനുള്ള ബട്ടൺ, ഓഫ് റോഡ് റേഡിയേഷൻ, ESP ഡിസേബിൾ ചെയ്യാൻ, അതുപോലെ തന്നെ ഹിൽ ഡീസൻറ്റ് കൺട്രോൾസും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ നമുക്കവിടെ കാണാം. ഇനി വേറൊരു കാര്യത്തിനകത്തുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ ഇത് ശരിക്കും ഡ്രൈവ് മോഡ് സെലക്ടറാണ്. ഓക്കെ,
ഈ ബട്ടൺ തിരിച്ചിട്ടാണ് നമുക്ക് ഡ്രൈവ് മോഡുകൾ സെലക്ട് ചെയ്യാറുള്ളത്. പക്ഷേ ആ സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. ഇപ്പോൾ നോർമൽ മോഡാണ്, ഞാൻ അടുത്ത മോഡിലേക്ക് ഇട്ട് എക്കോ മോഡ് നോക്കൂ. ഗ്രാഫിക്സ് അടിപൊളിയാണ്. റോക്ക് മോഡ് പൊളിയല്ലേ, ശരിക്കും ഒരു ടി വിയിലൊക്കെ ഇരുന്ന് കാണുന്ന പോലെ ഉണ്ട്. മഡ് മോഡ്, അടുത്ത സ്നോ മോഡ്, അടുത്ത സ്പോർട്ട് മോഡ്. എങ്ങനെയുണ്ട് നോർമൽ? ഇത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു എക്സ് മോഡും ഉണ്ട് കേട്ടോ, നോർമൽ മോഡ്. ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 ഹാൻഡിലിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നോക്കിയാണെങ്കിൽ അത് കാണാൻ പറ്റും. അത് നല്ലൊരു സ്പേസ് ആയിട്ട് എനിക്ക് തോന്നി. ഫോൺ നമുക്ക് ഇവിടെ നേരത്തെ വെച്ച് കൊടുത്ത് എടുത്തിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ചാർജ് ആയിക്കോളും. അത് അതേപോലെ ഇപ്പുറത്തും വെക്കാം, അപ്പോഴും നമുക്കത് ചാർജ് ആവും. ആ തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ബട്ടൺസുകളുണ്ട്. ഒന്ന് നമ്മുടെ എ സിയുടെ ഈ ഗ്ലാസ്സിലേക്ക് അടിക്കാനുള്ളത്, എ സിയുടെ കൺട്രോള്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺ കാണാം. അതുപോലെ 360 ഡിഗ്രി ക്യാമറ വ്യൂ. 360 നോക്കിയാൽ ഡോർ ഈസ് നോട്ട് ക്ലോസ്ഡ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് കാണിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിൻ്റെ കളർ സെയിം അല്ല കേട്ടോ. അതിൽ ഞാൻ ചൈനേൻ്റെ ഭാഗത്തുനിന്ന് ഒരു പെർഫെക്ഷൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ അതിലൂടെ പോകുന്ന പട്ടികളൊക്കെ കറക്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു പെർഫെക്ഷൻ കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ കണ്ട പോലെ തന്നെ വ്യൂവും അത്ര ചൈനക്കാർ കുറച്ചുകൂടി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഈ ഒരു വ്യൂ ഒക്കെ ഇറക്കിയോണ്ട് ഇതെനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ ഡോർ ഓപ്പൺ ആയപ്പോൾ ഡോർ ഓപ്പണിംഗ് ഒക്കെ കാണിക്കാൻ കേട്ടാ. ഞാൻ ഇപ്പുറത്തൊന്ന് ഓപ്പൺ ആക്കി നോക്കട്ടെ. എടാ നോക്ക്, അത് നൈസ് കേട്ടാ. പെർഫെക്ഷൻ എന്നെ കാണിക്കുന്നില്ലെങ്കിലും അതിൻ്റെ കൺട്രോൾസിൻ്റെ പെർഫെക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദാറ്റ് ഈസ് നൈസ്. ഇനി വേറൊരു കാര്യം, സൺറൂഫ് ഉണ്ട് ഈ വാഹനത്തിനകത്ത്. നോക്കൂ, വാവ്, ഇതും വേണമെങ്കിൽ ഓപ്പൺ ആക്കാം. യെസ്, ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി ഇതാ ഇവിടെ ലാമ്പും. ലാമ്പൊക്കെ നല്ല രസമുണ്ടല്ലോ. ഡ്രൈവ് യുവർ ഫ്യൂച്ചർ എന്നുള്ളത് എനിക്കതൊരു ജെറ്റൂറിൻ്റെ ആ ഒരു ഇതാണ് തോന്നുന്നുണ്ട്, മുദ്രാവാക്യം. രസമുണ്ടല്ലേ, സോഫ്റ്റ് ക്ലോസിങ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യട്ടെ അങ്ങോട്ട്. നൈസ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റീഡിങ് ലാമ്പ്, അതുപോലെ തന്നെ സെൻസർ, എമർജൻസി കോളിംഗ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡേ നൈറ്റ് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ എല്ലാം കൊടുത്തേക്കുന്നത്. അതും കൂടി കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇത്രയും സെറ്റപ്പിൽ അവർ ചെയ്ത സ്ഥിതിക്ക് അത് മാത്രം പെൻഡിങ് ആയി വെക്കുന്നത് അല്ലേ. ഗ്ലാസ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഡ്രൈവിംഗ് പൊസിഷനും നല്ലതാണ്. ശരിക്കും നല്ലൊരു കമാൻഡിങ് പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. നല്ല വിസിബിലിറ്റി ഉണ്ട്. ഇവിടെ നമുക്കൊരു ഹാൻഡിൽ കാണാൻ പറ്റും, ഗ്രാബ് ഹാൻഡിൽ. അത് ഇവിടെയും നമുക്ക് കാണാം. ഇനി ഫ്രണ്ടിൽ കയറുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്ക്വയർ ഭാഗം അത് ഡ്രൈവർ സൈഡിൽ ഇല്ലാത്തതാണ്. ഗ്ലോ ബോക്സ് ഒരു സോഫ്റ്റ് ഓപ്പണിംഗ് ഗ്ലോ ബോക്സ് ആണ്. ഇൻട്രസ്റ്റിംഗ്. മൊത്തത്തിൽ ഇതൊക്കെ ഒരു സ്റ്റീലാണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ല കൊടുത്തേക്കണേ. മൊത്തത്തിൽ നല്ല രസമുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇല്ലേ, ഇത് ആൻഡ്രസ്റ്റ് ആ ഒരു ഗ്രീൻ കളർ കാണാം. തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴ്ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ ഇത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നീട്ടാം. അപ്പോൾ കപ്പ് ഹോൾഡർ, ഈ കപ്പ് ഹോൾഡർ റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. യെസ്, റിമൂവബിൾ ആണ്. ആവശ്യമില്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് വെക്കാം, എന്നിട്ട് ഇത് അടക്കാം. അടിപൊളി. നല്ല ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈസ്. ഇനി നമ്മളെ സെക്കൻഡ് റോയിലേക്ക് വരികയാണ്. സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ പാസഞ്ചർ സൈഡിലെ സീറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ഒരു പിടുത്തതാ ഇത് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ കയറിയിരിക്കാൻ അത് കുറച്ചുകൂടി സഹായിക്കും. വാട്ടർ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം സോണിയുടെ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. 1 ടച്ച് അപ്പ് ആൻഡ് 1 ടച്ച് ക്ലോസ് ആണ് വിൻഡോസ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതൊക്കെ നമുക്ക് അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടിലും പിടിച്ചിട്ട് ഇതിനകത്തേക്ക് കയറിയിരിക്കാൻ പറ്റും. യെസ്, നൈസ്. ഡോറിൻ്റെ സൗണ്ടൊക്കെ ഓക്കെ. ടഫ്. ബാക്കിലിരിക്കുന്ന സമയത്തേ തൈ സപ്പോർട്ട് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ബാഡാന്ന് പറയാൻ പറ്റില്ല. കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു അഭിപ്രായം പറയാം. കാല് ഇതിനകത്തേക്ക് കയറ്റി വെക്കാം, സ്ട്രെച്ച് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇതിന് കുറച്ചൊരു ലെങ്ത്ത് കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാകാമായിരുന്നു തോന്നി. പക്ഷേ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. കാണുമ്പോൾ ഇത് കുറച്ചും കൂടി ഉയരത്തിലും ഇത് കുറച്ച് താഴ്ത്തിലുമാണ്. 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റ് കാണാം. ആംറസ്റ്റിൻ്റെ താഴ്ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ കപ്പ് ഹോൾഡറൊക്കെ ചിലപ്പോൾ നമ്മൾ മെഴ്സഡീസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, ഇതേപോലെ. നൈസ്. ഇവിടെ ഫയൽ പോക്കറ്റ് കാണാം. മൊബൈൽ പോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. റിയർ AC വെൻറ്റുകൾ കാണാം. ഒരു C ടൈപ്പും അതുപോലെ തന്നെ നോർമൽ ടൈപ്പും ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസും കാണാം. മറ്റൊരു ഹൈലൈറ്റ് ഞാൻ ശ്രദ്ധിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോർ ഫ്ലാറ്റാണ്. സെൻട്രൽ ടണലൊന്നും അങ്ങനെ കാര്യമായിട്ട് കാണാനില്ല. കാരണം അത് കുറച്ച് ഉയരമുള്ളതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അണ്ടർഗ്രൗണ്ട് മെത്തോ എന്ന് പറഞ്ഞ മാതിരി അതിനകത്താണ് ചെയ്തേക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനഫ് ഹെഡ് റൂം ഉണ്ട്. ഞാൻ ഇരുന്നിട്ടും തലമുട്ടുന്നോ അങ്ങനത്തെ യാതൊരുവിധ പരാതിയും പരിഭവങ്ങളും ഇല്ല. നൈസ്. ഇനി ഇതിൻ്റെ ഹൃദയത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഇതിന് കരുത്ത് പകരുന്നത്. അത് കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കാണിക്കാം. ഒരു വിരലും കൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, സത്യത്തിലായി ട്രൈ ചെയ്ത് നോക്കിയതാണ്. വീഡിയോ എടുക്കുന്നതിന് മുന്നേ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ, പാളി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻജിൻ ബേ വരുന്നത്. ബട്ട് ഓണസ്റ്റ്ലി ഞാനൊരു കാര്യം പറയാം, ഇത് കവർ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി പ്രീമിയം ആയിട്ട് തോന്നുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബട്ട് സ്റ്റിൽ വലിയൊരു സ്പേസിനകത്ത് ചെറിയൊരു എൻജിൻ വെച്ച ഫീലാണുള്ളത്. എഡ്ജ് ഭാഗം കൂളൻറ്റിൻ്റെയും അതുപോലെ തന്നെ വാഷർ ഫ്ലൂയിഡിൻ്റെയും ഒക്കെ ഭാഗങ്ങൾ ഈസി ആക്സസബിൾ ആയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തുകൊള്ളണം. ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. നൈസ്. ഒരു 7 സ്പീഡ് DCT ആണ് ഇതിന് കരുത്ത് പകരുന്നത്. ഒരു ടോർക്ക് കൺവേർട്ടർ കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റമാണ്. ഹീറ്റിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. ഇതിനകത്ത് മൈൽഡ് ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. 28 ഡിഗ്രി അപ്രോച്ച് ആംഗിളും 30 ഡിഗ്രി ഡിപ്പാർച്ചർ ആംഗിളുമാണ് ഈ വാഹനത്തിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓൾ വീൽ ഡ്രൈവ് കൂടിയാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇത് ഡെസേർട്ടിലൊക്കെ കൊണ്ടുപോയി നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. UAE മാർക്കറ്റിൽ ഏറെക്കുറെ 1,60,000 UAE ദിർഹം, ഏറെക്കുറെ ഇന്ത്യൻ രൂപയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 30-35 ലക്ഷം രൂപയൊക്കെയാണ് ഈ വാഹനത്തിന് വില വരുന്നത് UAE മാർക്കറ്റിൽ. അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ മിനിമം എന്തായാലും അതിൻ്റെ ഡബിളോ അതിൽ കൂടുതലോ ആവും എന്നുള്ളതാണ്. സോ UAE റോഡുകളിൽ അല്ലെങ്കിൽ UAEയിലെ പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് ജേർണലിസ്റ്റുകളുടെയും വീഡിയോയിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള മോഡലാണ് ജെറ്റോർ T2 എന്ന് പറയുന്ന മോഡൽ. ഇതാണ് സംഭവം. അതുപോലെ തന്നെ അതിനകത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. അതുപോലെ തന്നെ കാണുന്ന സമയത്ത് അതിൻ്റെ ക്യാപ്പബിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് ഇത്രയാണ്. ഇനി ഇത് ഉപയോഗിക്കുന്ന ഒരാളുണ്ട്. ശരിക്കും ഈ നമ്പർ പ്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു അബുദാബി രജിസ്റ്റേർഡ് വണ്ടിയാണ്. അബുദാബി എന്ന് പറഞ്ഞാൽ അതായത് UAE എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു എമിറേറ്റ് ആണ്. അവിടെ നിന്ന് ഈ വണ്ടി നാട്ടിലെത്തിച്ചത് തൃശ്ശൂർക്കാരനായിട്ടുള്ള ഷാജിയേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ID യാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അദ്ദേഹത്തെയുമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. എന്നിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വാഹനം കാർനെറ്റ് വഴിയാണ് കേരളത്തിൽ എത്തിയിട്ടുള്ളത്. അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്നത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഷംനാദ് ബ്രോ ആണ്. പുള്ളി ഈ ഒരു മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കാർനെറ്റ് വഴി വാഹനങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ പുള്ളിയെ ബന്ധപ്പെടാം. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാർനെറ്റ് വഴി കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓടിക്കുക എന്നുള്ളത് നിയമപരമായിട്ട് അനുവദനീയമല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു സാഹസത്തിന് മുതിരുന്നില്ല. പകരം ഇത് ഓടിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഇതിൻ്റെ ഓണറെ ഒന്ന് പരിചയപ്പെടാം. ഷാജിയേട്ടൻ, വെൽക്കം ടു അവർ ചാനൽ. ഷാജിയേട്ടൻ, ശരിക്കും തൃശ്ശൂർ ഈ സ്ഥലത്തിന് എന്താ പറയുക? അടിച്ചിരി. ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ദേവരാജഗിരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ്. 2 ദിവസം മുമ്പ് ഇവിടെ ഉത്സവമായിരുന്നു. ഇവിടെ 18-ാം പടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഫേമസ് ആണ്. ഞാൻ അത്ര അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. പക്ഷേ ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കും. അവിടെ വെച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ ഒരു ദൈവത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ അതുപോലത്തെ ഒരു സ്ഥലത്ത് വെച്ചാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നതെന്ന് ചുരുക്കം. ഇനി നമുക്ക് വണ്ടിയിലേക്ക് വരാം. ഷാജിയേട്ടൻ ആദ്യം ഷാജിയേട്ടനെ കുറിച്ചൊന്ന് പറയാൻ വിചാരിച്ചു. എന്താണ് ശരിക്കും ചെയ്യണത്? ഞാൻ അബുദാബിയിൽ ബിസിനസ്സാണ്. 2-3 കമ്പനി ഉണ്ട്. ട്രാൻസ്പോർട്ട്, റിയൽ എസ്റ്റേറ്റ്. ഓക്കെ. ആ മേഖലയിലാണ് ജോലിയാണ്. വർക്ക് ചെയ്യുന്നൊരു കമ്പനി റൺ ചെയ്യാണ്. അപ്പം ഒരുപാട് വണ്ടികൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരു 5 വർഷത്തിലൊരിക്കൽ വണ്ടി ചേഞ്ച്? ഞാൻ പുതിയ വണ്ടി എടുത്ത് 5 വർഷം യൂസ് ചെയ്യും. അങ്ങനെയാണ്. എങ്ങനെയാണ് ജെറ്റൂറിലെത്തിയത്? ജെറ്റൂറിൻ്റെ ഒരു വൈബ് കണ്ടപ്പോൾ എടുത്തോട് നമ്മളെ കുറച്ച് അറബി കൂട്ടുകാരെ യൂസ് ചെയ്തിട്ട് വന്ന് നല്ല അവർ ഡെസേർട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് നല്ല വൈബാന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ എടുത്തു. അപ്പോൾ തന്നെ പോയി ബുക്ക് ചെയ്ത്. ഇപ്പം എത്ര എടുത്തിട്ട് ശരിക്കും? 2-3 മന്ത്. ഇപ്പം എങ്ങനെയുണ്ട്? സെയിം അഭിപ്രായം തന്നെയാണോ? അടിപൊളിയാണോ? എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഞാൻ നിസാൻ പെട്രോളും ഒക്കെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അത്ര പവർ അത്ര നല്ല മൈലേജും ഉണ്ട്. നല്ല ഓക്കെ. എനിക്ക് തോന്നുന്നു 254 ഹോഴ്സ് പവറും അതുപോലെ തന്നെ 390 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ? എത്ര മൈലേജ് ഇട്ടുണ്ട്? എനിക്ക് 10-12 അടുത്ത് കിട്ടലുണ്ട്. ലോങ് പോയ 12 കിട്ടുന്നുണ്ട്. 12 കിട്ടുന്നുണ്ട്. ശരിക്കും ഇത്ര വലിയ വണ്ടിക്ക് അത് ഓക്കെയാണ്. എല്ലാ വലിയ വണ്ടി ഓടിക്കുന്ന ഫുള്ള് വൈബും നല്ല ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ നല്ല അടിപൊളിയാണ്. ആ സ്പെക്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു സംശയം. നിങ്ങൾ തന്നെ എടുത്തിട്ട് പറഞ്ഞ UAE സ്പെക്കും ചൈനീസ് സ്പെക്കും ഉണ്ട്. അത് തമ്മിൽ നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ UAEയിൽ ഇതിന്റെ വാറന്റി ഒന്നും കിട്ടില്ല. മറ്റേ ചൈനീസ് എടുത്തു കഴിഞ്ഞാൽ 10 ലക്ഷം കിലോമീറ്റർ
വാറണ്ടി കൊണ്ടുള്ളത്. ആ ഇതിലുണ്ട്. അല്ല ഇപ്പൊ ചൈനീസ് സ്പെക്ക് എടുക്കണമെങ്കിൽ എത്ര പൈസ ആവും? ഇതിന് 1.60 അല്ലേ? ഇതിന് 1.60 ഫുള്ള് ചൈനീസ് സ്പെക്ക് മറ്റേത് 1.30-1.35 30,000 വ്യത്യാസമുണ്ട്. ഓക്കെ. ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? എനിക്ക് ഇതിന്റെ ഫുള്ള് സ്പെസിഫിക്കേഷനാണ്. അതായത് സ്പെക്ക് ഇഷ്ടപ്പെട്ട വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ബാക്ക് എടുക്കായാലും അവിടെയൊക്കെ നമ്മൾ താമസിക്കുന്നിടത്തേ കുട്ടികളൊക്കെ ബാക്കിൽ കൂടെ പാസ് ചെയ്യുക, എന്തെങ്കിലും പെട്ടെന്ന് എടുത്ത് ചാടുകയൊക്കെ ചെയ്താലും ഓട്ടോമാറ്റിക് ബ്രേക്ക് ആവും, സെൻസർ ബ്രേക്ക് ആവും, റഡാർ കൺട്രോള്. ആ പിന്നെ ഹൈവേയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ട്രാക്ക് നമ്മളിപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയാലും തിരിച്ച് ട്രാക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാക്കിൽ വരും. പറഞ്ഞപ്പോ ഉറങ്ങാന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല. ഉറക്കത്തിന്റെ അസുഖം ഉണ്ട് ഇടയ്ക്ക്. അപ്പൊ സൈഡാക്കി ഉറക്കാം. ഇപ്പൊ ഈ ഒരു ജെറ്റൂർ ശരിക്കും യു എയിൽ ഓടിക്കണം കേരളത്തിൽ ഓടിക്കണം നമ്മൾ നല്ല വ്യത്യാസം ഉണ്ടോ? എനിക്കങ്ങനെ വലിയ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇവിടെ ആരും നിയമം നോക്കിയല്ലോ വണ്ടി ഓടിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ നമ്മള് റെഡി ആയി വരുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും നന്നായി വണ്ടി ഓടിക്കണേ ഇന്ത്യയിലിട്ടോ. അവിടെ നമുക്ക് ധൈര്യമായിട്ട് ഓടിക്കാം. ഇതിലാണ് ഓട്ടോറിക്ഷക്കാരും ബൈക്കാരും കയറി വന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇനി ഒരു വണ്ടി എടുക്കണമെങ്കിൽ ഏത് വണ്ടി എടുക്കും? അങ്ങനെ പ്ലാനൊന്നുമില്ല. ഏത് പുതിയത് വരുന്ന ട്രെൻഡ് അനുസരിച്ച് വണ്ടി എടുക്കുന്നത് അതാണ്. അങ്ങനെയാണ് ജെറ്റൂറിൽ എത്തിയത്. അത് ഞാൻ ഇവിടെയും മറ്റേ താറ് വന്നപ്പോൾ താറൊക്കെ എടുത്തായിരുന്നു കൊടുത്തതാണ്. കുറച്ചാൾ ഉപയോഗിക്കും. ഇപ്പൊ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവില്ല, ഇതൊരു ചൈനീസ് ബ്രാൻഡ് അല്ലേ, എന്തിനാണ് അതിലേക്ക് പോകണമെന്നൊക്കെ ചോദിച്ചായിരുന്നോ? അത് അറിയാത്തവർ അതിനെപ്പറ്റി അറിയാത്തവർ. ചൈനയുടെ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടികൾ ചൈനയുടെ വരുന്നുണ്ട്. അതിപ്പോ ഇന്ത്യയുടെ വണ്ടികളും ക്വാളിറ്റി വണ്ടിയുണ്ട്. എല്ലാ ഇതിലും ക്വാളിറ്റിയുടെ എല്ലാത്തിനും അതിന്റേതായ ഒരു ഹൈലൈറ്റ്സ് ഉണ്ട്. ഞാൻ ഇപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും. ബോഡി ആയാലും ഇന്റീരിയലായാലും മെറ്റീരിയലൊക്കെ നല്ല ഇത്ര ഇന്ത്യൻ മെറ്റീരിയലുള്ള വണ്ടിയെ കണ്ടിട്ടില്ലേ? 1.5 ലക്ഷം രൂപത്തിന് വರ್ತല്ലേ? ലക്ഷറി പ്രീമിയം സെഗ്മെന്റ് പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരന് യൂസ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡിഫൻഡറൊക്കെ മേടിക്കുമ്പോൾ 3 വണ്ടി മേടിക്കുന്നുള്ളൂ. ഈ പൈസ വാങ്ങി നിർത്തിയിടാം. പല കളറിലും മേടിക്കും. നല്ല വിഷമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഷാജിയേട്ടനാണ് ഈ വണ്ടി നാട്ടിലെത്തിച്ചത്. താങ്ക് യു സോ മച്ച് ഷാജിയേട്ടാ. അവസരം തന്നതില്. ന്യൂ ഇയറിലാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഷൂട്ട് ചെയ്തത് ശരിക്കും 2024 പക്ഷെ 2025 ഫസ്റ്റ് ദിവസം ആയിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു. ഇപ്പൊ ഒരു വലിയ ബിസിനസ്സുകാരെന്നുള്ള നിലക്ക് നമ്മളെ കാണുന്ന ഓഡിയൻസിനോട് ഒരു ന്യൂ ഇയർ വിഷ് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. അപ്പോൾ ഇതൊരു നല്ല വർഷമാവട്ടെ. 2024 എല്ലാവർക്കും നല്ല വർഷമായിരിക്കും. ചില ലാഭത്തിൽ കുറവുകളൊക്കെ സംഭവിച്ചിരിക്കാം, വലിയ നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ 2025 നല്ലതാവട്ടെ, ഒരുപാട് ലാഭം ഉണ്ടാവട്ടെ. അത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, സമ്പാദ്യത്തിൻ്റെ കാര്യത്തിൽ, ഫാമിലിയുടെ കാര്യത്തിൽ, ജീവിത ചുറ്റുപാടുകളുടെ കാര്യത്തിൽ, അങ്ങനെ എല്ലാ കാര്യത്തിലും നല്ലൊരു വർഷമാവട്ടെ 2025 എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ എൻ്റെ ക്രൂവിൻ്റെ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയ ആ ഒരു കുഞ്ഞുകുട്ടിയെ പോലെയും ആ ദൈവത്തിനെ കണ്ടെത്തിക്കൊടുത്ത പ്രായമായ മനുഷ്യരെയും പോലെയും നമ്മൾ മാറാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.